പുതിയ കാലഘട്ടത്തിൽ അടുക്കളയും കുടുംബവുമൊക്കെയായി ഒതുങ്ങുന്ന നമ്മുടെ സ്ത്രീകൾക്ക് മുൻപിൽ ഇതാ 3 സ്ത്രീരത്നങ്ങൾ: മിനിയും, സംഗീതയും, ദീപയും. 3 കൂട്ടുകാർ. ഞങ്ങളുടെ ഒരേ പാഷനായിട്ട് നടക്കുന്ന എൻ്റെ ഫ്രണ്ട്സ്, ഒരാൾ സംഗീത, പിന്നെ ദീപ. അപ്പം ഞങ്ങൾ 3 കൂടെ ആലോചിച്ച് നോക്കി. 1 വർഷം മുന്നേ ഈ ഒരു പ്രൊജക്റ്റ് ആലോചിച്ചു. അതിനെ പറ്റിയിട്ട് അതിൻ്റെ ബുക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു. ഫോട്ടോ ഇപ്പോൾ തീം ബേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് കുറേ സെലക്ഷൻ പ്രോസസ്സ് കുറേ സമയമെടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ തീം ബേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ വർക്ക് ചെയ്തിരുന്നു. എല്ലാവരും കൂടി കുറേ ഒരു എന്താ പറയുക, വളരെ സ്നേഹബന്ധത്തോടു കൂടി ഒരേ രീതിയിലുള്ള ചിന്തകളായിട്ട് ഒരുപോലെ മുന്നേറാൻ പറ്റി. ഇതിപ്പോൾ ഒരാൾ എന്നുള്ളൊരു ഡിഫറൻസ് ഞങ്ങൾ ഇതിൽ കാണിക്കില്ല. ഞങ്ങൾ 3 ആളും ഒരുപോലെ ഉള്ള ഒരു രീതിയിലാണ് ഞങ്ങളിത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പേരൊന്നും ഇതിൽ സ്പെഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടില്ല. ഫോട്ടോയ്ക്കും ആ ഒരു ഇമോഷൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വൈൽഡ് ലൈഫിൻ്റെ ഇപ്പോൾ മദർഹുഡ് അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള അതിന് വേണ്ടിയിട്ട് അതിൽ ഒരു ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പേര് ആരെ ഫോട്ടോ ആണെന്ന് ശ്രദ്ധിക്കുകയാണ്, ഒരു ഫോട്ടോ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ ചിന്തിച്ച് തീരുമാനിച്ചെടുത്തിട്ടുള്ളത്. ഞാൻ വളർന്നതൊക്കെ ഊട്ടി, നീൽഗിരീസ് എന്ന് പറഞ്ഞ ഊട്ടിയിലുള്ളൊരു സ്ഥലത്താണ്. അപ്പം ഞാനും എൻ്റെ ബ്രദറും ശരിക്കും ഞങ്ങളെല്ലാവരും പ്രകൃതിയെ സ്നേഹിച്ച് വളർന്നവരാണ്. അപ്പം ഞാനും ബ്രദർ ഇടയ്ക്കിടയ്ക്ക് മല കയറാൻ പോവും. ഞങ്ങൾ അവിടുത്തെ കുരങ്ങന്മാരെ കാണാമെന്ന് പറഞ്ഞ് നടക്കാൻ പോവും. അങ്ങനെ ഉള്ളിൽ എവിടെയെങ്കിലും ഇത് കിടപ്പുണ്ടാവും. അവിടുന്ന് തുടങ്ങിയതായിരിക്കണം എന്നാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത്. ബിക്കോസ് ഞാൻ ആദ്യം ബാങ്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഒരു ഹൈദരാബാദിലോട്ട് ഹസ്ബൻഡിന് ട്രാൻസ്ഫർ ആയപ്പം ഒരു ക്യാമറ വെറുതെ എടുത്ത് തന്നതാണ്, വാങ്ങിച്ചു തന്നതാണ് ടൈം പാസിന് വേണ്ടി. അവിടുന്ന് ഈവൻറ്റ്സ് ഒക്കെ ഞാൻ എടുത്ത് തുടങ്ങി. അവിടെയുള്ള അസോസിയേഷൻസിൻ്റെ ഒക്കെ ഈവൻറ്റ്സ് എടുക്കാൻ തുടങ്ങിയപ്പോൾ അവരെന്നെ പറഞ്ഞു ഒരു പ്രൊഫഷനായിട്ട് എടുത്തൂടെ. അങ്ങനെയാണ് ഞാനിത് ശരിക്കും സീരിയസ് ആയിട്ട് ഫോട്ടോഗ്രാഫി ഒരു പ്രൊഫഷനായിട്ട് എടുക്കാൻ ചിന്തിച്ച് തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് എറണാകുളത്ത് വന്നു കഴിഞ്ഞിട്ട് ഇവിടെയും കുറച്ച് ഈവൻറ്റ്സൊക്കെ നന്നായിട്ട് ചെയ്ത് തുടങ്ങിയപ്പം പഠിക്കണമെന്ന് തോന്നി. വെസ്റ്റ്ഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ടെക്നോളജിയിൽ പോയി ഫോട്ടോഗ്രാഫിയുടെ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞപ്പം അവിടുന്ന് തന്നെ തരുൺ ഭാസ്കരനാണ് എൻ്റെ സാറ് പറഞ്ഞു, ദീപയ്ക്ക് തന്നെ മീൻസ് ആരുടെയും കീഴിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, തന്നെ ധൈര്യത്തോടെ മുമ്പോട്ട് പൊക്കോളാൻ പറഞ്ഞൊരു ധൈര്യം തന്നു. അവിടുന്ന് തുടങ്ങിയതാണ് ശരിക്കും എന്താ പറയുക ഈ ഫോട്ടോഗ്രാഫി ജേർണി. ഞാൻ സംഗീത ബാലകൃഷ്ണൻ, മലപ്പുറമാണ് സ്വദേശം. കൊച്ചിയിൽ ഇൻഫോ പാർക്ക് TCSൽ വർക്ക് ചെയ്യുന്നു. TCSൽ ജോലി ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ക്യാമറ മേടിക്കുന്നു. പിന്നെ ക്യാമറ മേടിച്ച് കഴിഞ്ഞിട്ടാണ് ഫോട്ടോഗ്രാഫി കൂടുതലായിട്ട് പഠിക്കുന്നത്. ആദ്യം ഒരു ക്യാമറ മേടിച്ചത് ഒരു 40,000 ഒക്കെ സ്പെൻഡ് ചെയ്തിരുന്നു. പിന്നീട് അതിന് ശേഷം ഒരു 2 years 3 years കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളൊരു പൊസിഷൻ എത്തിയപ്പം നെക്സ്റ്റ് ക്യാമറ മേടിച്ചു. അത് ഏകദേശം ഒരു 2 lakhs എബോവ് എക്സ്പെൻസ് ആയിട്ടുണ്ട്. കൂടുതലും എടുക്കുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോസാണ്. പിന്നെ അതിലിപ്പം ആനിമൽസ് തന്നെയൊന്നുമില്ല, ബേർഡ്സ് ആണെങ്കിലും ബട്ടർഫ്ലൈസ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, സ്നേക്സ് എല്ലാം ഫോട്ടോഗ്രാഫ് ചെയ്യാറുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫി പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നേച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഡിഫറെൻറ്റ് സ്പീഷീസിനെ കുറിച്ചും സ്റ്റഡി ചെയ്യുന്നുണ്ട്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറേ സർവേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ടും ഈ ഫോട്ടോഗ്രാഫിയിലോട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ ആയി തുടങ്ങിയത് ന്യൂ ക്യാമറയിലോട്ട് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ കൂടുതലും നമ്മൾ ക്യാമറ മേടിച്ചു കഴിഞ്ഞാൽ അതിലെ എന്താ പറയുക, നമ്മുടെ യൂസർ മാനുവൽ പഠിച്ചിട്ടാണ് ക്യാമറ ടെക്നിക്സ് ഫുൾ പഠിച്ചത്. ട്യൂട്ടോറിയൽ ക്ലാസ്സസ് അങ്ങനെയൊന്നും അധികം അറ്റൻഡ് ചെയ്തിട്ടില്ല. യൂട്യൂബ് ആണെങ്കിലും കുറച്ച് ആവശ്യത്തിന് നോക്കും. ബട്ട് കൂടുതലും നമ്മൾ യൂസർ മാനുവൽ ഈസ് ദ ബേസ് ഓഫ് ബേസിക് മെറ്റീരിയൽ.
വനഗീതികൾ എന്ന പേരിൽ ഒരു വലിയ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ സ്ത്രീകൾ. വനഗീതികൾ എന്ന ഈ ഫോട്ടോഗ്രാഫി പ്രദർശനം ചുറ്റി നടന്ന് കാണുകയായിരുന്നു. ശരിക്കും ഒരു വന്യമായ ഗീതം നമുക്ക് ഈ പ്രദർശനത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ദീപ, മിനി, സംഗീത എന്നീ പ്രിയപ്പെട്ട വനിതകളുടെ അനുഗ്രഹിക്കപ്പെട്ട ഫോട്ടോഗ്രാഫി പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. ഇവർ പകർത്തിയ ചിത്രങ്ങളിലുമുണ്ട് ഒരുപാട് പ്രത്യേകതകൾ. വളരെ സിമ്പിളായി പ്രാദേശിക മേഖലകളിൽ മാത്രം സഞ്ചരിച്ച് ഒപ്പിയെടുത്ത ചിത്രങ്ങളല്ല ഇവയൊന്നും എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഇതൊരു സിലോയറ്റ് ഫോട്ടോ ആണ്. സൺസെറ്റിൽ എപ്പോഴും സിലോയറ്റ് വരുമ്പോൾ കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് ലെപ്പേർഡിനെ കാണുന്നത്. ഇതിനു വേണ്ടി ഞങ്ങൾ കുറച്ച് സമയം ഇത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് എടുത്തതാണ്. നമ്മൾ എത്തുന്ന സമയത്ത് സൺസെറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സൺസെറ്റ് ടൈമിൽ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഒരു ബ്യൂട്ടിഫുൾ കളർ ഒക്കെ കിട്ടാൻ വേണ്ടി, നേച്ചർ കളറും ഒരു അട്രാക്റ്റീവ് ഫ്രെയിം കിട്ടാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ ആള് ഒരു റെസ്റ്റിംഗ് ടൈമാണ്. ആള് കില്ലുണ്ടായിരുന്നു. ആള് ഇതിനകത്ത് മുകളിൽ സൂക്ഷിച്ചേക്കുക. ഒരു ഹാഫ് വേ ഭക്ഷിച്ച് കഴിഞ്ഞിട്ട് ആൾ റെസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അവിടെ ആകുമ്പോൾ ഓപ്പൺ, ആഫ്രിക്കയിൽ ശരിക്കും ഓപ്പൺ ഫോറസ്റ്റ് ആണല്ലോ, ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. നമ്മുടെ പോലെ തിക്ക് ഫോറസ്റ്റ് അല്ല. അപ്പോൾ ഇങ്ങനെ മരങ്ങളും ഒക്കെ കുറച്ച് അകലകലയായിട്ടായിരിക്കും. അപ്പോൾ ഈ ഇങ്ങനെ ഒരു സ്പോട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഗൈഡുകളോ അല്ലെങ്കിൽ നമ്മളുടെ ഗൈഡ് കം ഡ്രൈവറായിട്ടാണ്. ലാൻഡ് ക്രൂയിസർ എന്ന് പറഞ്ഞൊരു 4 വീൽ ഡ്രൈവ് വെഹിക്കിളിലാണ്. അപ്പോൾ അവർ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് വേണ്ടി വന്നു കാരണം അവർ അതിന് വേണ്ടി കുറച്ച് ക്വിക്കായിട്ട് പോയി നമുക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യും. അതിനാണല്ലോ നമ്മൾ വന്നിട്ടുള്ളത്. മീൻസ് അവിടെ കുറച്ച് ഓപ്പൺ ആയതുകൊണ്ട് ഇതുപോലെ ട്രാവലിങ്ങും ഫോട്ടോഗ്രാഫേഴ്സും വരുന്നതുകൊണ്ട് അവർക്ക് അത്ര അങ്ങനെ ഒരു ഭീതി തോന്നിയിട്ടില്ല. എന്നാലും നമ്മളെ കാണും കുറച്ച് അവർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നുള്ളൂ. വർണ്ണശലഭങ്ങളിൽ നിന്നും പുഴകളിൽ നിന്നുമൊക്കെ തുടങ്ങുന്ന ഈ കലാകാരികളുടെ ഫോട്ടോഗ്രാഫ്സ് എത്തി നിൽക്കുന്നത് കാട്ടാനക്കൂട്ടങ്ങളുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും ഒക്കെ മധ്യത്തിലാണ്. ഇപ്പം ഞാൻ എടുക്കുന്ന ഫോട്ടോഗ്രാഫ്സിൽ ഇപ്പം ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ഡെസിഡസ് ആയിട്ടുള്ള ഫോറസ്റ്റ്, അങ്ങനെ ഡ്രൈ ഫോറസ്റ്റ് എന്നുള്ളതും എവർഗ്രീൻ ഫോറസ്റ്റ് എന്നുള്ളതും എടുക്കാറുണ്ട്. പക്ഷെ കൂടുതൽ സൂത്തിങ് ആയിട്ട് നമ്മുടെ കണ്ണിന് കാണാനായിട്ട് കൂടുതൽ നല്ലത് ഗ്രീനറി നിറഞ്ഞിട്ടുള്ള ഫോട്ടോസാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൂടുതലും ബേർഡ്സിനൊക്കെ വീടിനടുത്തുള്ളതൊക്കെ കാണുന്നു എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ചിട്ട് അതിൻ്റെ പേരെന്താണെന്നോ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നീട് ഇതിനെക്കുറിച്ച് പഠിച്ച് തുടങ്ങിയപ്പോഴാണ് ഇൻ ഡെപ്ത് ഇപ്പോൾ കേരളത്തിലെ ബേർഡ്സ് അല്ലെങ്കിൽ ഇന്ത്യയിൽ കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്നത് അങ്ങനെയായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. ഇതിൽ പ്രൊഫഷനായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാത്തല്ലേ, അല്ലെങ്കിൽ ഇത് മാത്രം ഒരു പ്രൊഫഷനായിട്ട് കൺവേർട്ട് ചെയ്യാത്തത് ഇപ്പം ഇന്ത്യയിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ത്രൂ ഏൺ ചെയ്യുന്ന മിനിമം ആൾക്കാർ ഒരു 2-3 പേഴ്സൺസ് മാത്രമേ ശരിക്കും ഉള്ളൂ. പിന്നെ പ്രൊഫഷണലി വേറൊരു എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് ആസ് എ പാഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട് വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പം ഒരു ടൈം ലൈൻ അല്ലെങ്കിൽ ടാർഗറ്റ് ബേസ് ലൈൻസ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഫ്രീഡം കൂടി ഉള്ളതുകൊണ്ട് പ്രൊഫഷൻ വേറെ പാഷൻ വേറെ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാണ്. വളരെ സാഹസികതയിലൂടെയും അതിലധികം കഷ്ടപ്പാടിലൂടെയുമാണ് ഈ ചിത്രങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. പ്രദർശനം കണ്ട് പുറത്തിറങ്ങുന്ന ആസ്വാദകർ കണ്ണും മനസ്സും നിറഞ്ഞാണ് ഇവിടെ നിന്നും യാത്രയാകുന്നത്.
ഇവരുടെ ക്യാമറയിൽ പിറന്ന ചിത്രങ്ങളിലേറെയും ജീവസുറ്റതാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ അത് മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും നമുക്ക് മുന്നിൽ യഥാർത്ഥമായി വന്നു നിൽക്കുന്നത് പോലെ തോന്നും. ഈ 3 കലാകാരികളും അവരുടെ ജീവിതശൈലിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നപ്പോൾ അത് നികത്തുവാനായി ശ്രമിച്ച ഒരു മാർഗമായിരുന്നു ഫോട്ടോഗ്രാഫി. ആസ്വാദകർ ഓരോ ചിത്രങ്ങളുടെയും ഭംഗി ആസ്വദിക്കുമ്പോൾ തന്നെ അതിന്റെ പിന്നിലെ സാഹസികതയുടെ ചുരുളുകൾ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരും. എവിടെ പോയാലും കഴിയുന്നത്രയും എൻ്റെ പിള്ളേരെയും കൂടെ നേച്ചറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെയും കൂടെ ട്രാവൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഇപ്പോഴത്തെ സമയത്ത് പിള്ളേരെല്ലാവരും കൂടെ ടെക്നോളജിയുടെ പുറകെ, ഒന്നെങ്കിൽ ടി വിയുടെ മുമ്പിൽ, അല്ല ഫുൾ ടൈം മൊബൈൽ. നമ്മൾ കുട്ടിക്കാലത്ത് വളർന്ന് വന്ന ഒരു സമയമല്ല ഇപ്പോൾ. അപ്പോൾ പിള്ളേരെ ഒന്ന് പ്രകൃതിയോട് ചേർന്ന് അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി എൻ്റെ കോർബറ്റിൽ പോയപ്പോഴായാലും എവിടെ വാൽപ്പാറ എവിടെയായാലും നമ്മുടെ കേരളത്തിൽ എവിടെയായാലും വെറ്റ്ലാൻഡ്സിൽ എവിടെയായാലും കൊണ്ടുപോയി വൈൽഡ് ലൈഫിനെയും നേച്ചറിനെയും അറിയാൻ വേണ്ടി ഞാൻ അവരെ കൊണ്ടുപോകാറുണ്ട്. അവരും അത് ആക്ച്വലി എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പോലും ഇപ്പം ബേർഡ്സിൻ്റെ ഫോട്ടോസ് എടുക്കാനും, എൻ്റെ മോന് ഫസ്റ്റ് എടുത്ത ഒരു നല്ല ഫോട്ടോ ഒരു ടൈഗറിൻ്റെ ഫോട്ടോ ആണ്. അപ്പോൾ അവർ പോലും ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങാറുണ്ട്, ഞാൻ തന്നെ പോയ എന്തുകൊണ്ട് അവരെ കൊണ്ടുപോകുന്നില്ല എന്ന്. അപ്പം ശരിക്കും നമ്മൾ നമ്മുടെ പിള്ളേരും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ഈ പ്രകൃതി എന്താ, ആ പ്രകൃതിനെ നമ്മൾ നശിപ്പിച്ചാൽ എന്ത് വരും എന്നുള്ളത് അവർ അറിയാൻ പറ്റത്തുള്ളൂ. പ്രകൃതി ഭംഗി വിളിച്ചോതുന്ന ഇത്തരത്തിലുള്ള മാസ്മരിക കാഴ്ചകൾ നാളെയിലെ നമ്മുടെ യുവതലമുറയ്ക്ക് എന്നും ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു.